ആസൂത്രണ ബോർഡിലെ PSC നിയമനങ്ങളിൽ 2019 അട്ടിമറി നടന്നതായി ഉദ്യോഗാർത്ഥിയുടെ വെളിപ്പെടുത്തൽ. എഴുത്തു പരീക്ഷയിൽ പിന്നിലായ KGOA നേതാവിനും ആസൂത്രണ ബോർഡിലെ താൽക്കാലിക ജീവനക്കാർക്കും അഭിമുഖത്തിൽ മാർക്ക് ദാനം ചെയ്തുവെന്ന ആരോപണം. മാർക്ക് ദാനം വ്യക്തമാക്കുന്ന രേഖകൾ ന്യൂസ് മലയാളത്തിന് ലഭിച്ചു. ചീഫ് സോഷ്യൽ സർവീസ് പരീക്ഷയിൽ ഒന്നാമതെത്തിയ ദളിത് യുവതിയെ അഭിമുഖത്തിൽ ഏറ്റവും കുറഞ്ഞ മാർക്ക് നൽകി PSC പുറത്താക്കി. പണമടച്ച് 7 വർഷമായിട്ടും ഉത്തരക്കടലാസുകളിൽ PSC നൽകിയിട്ടില്ല എന്ന് ചീഫ് സോഷ്യൽ സർവീസ് റാങ്ക് ലിസ്റ്റിൽ നിന്നും പുറത്തായ സൗമ്യ വ്യക്തമാക്കി. അവർക്കൊരു മുൻവേദി ഉണ്ടായിരുന്നു. മേ ബി എനിക്കൊരു ടീച്ചിങ് ഫീൽഡ് എക്സ്പീരിയൻസ് മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ സബ്ജക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തല്ലാതെ ഇപ്പൊ പ്ലാനിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു വർക്ക് എഫിഷ്യന്റ് ആകത്തില്ല എന്നുള്ള മുൻവിധിയോടുകൂടി അവർ ക്വസ്റ്റ്യൻ ചോദിച്ചത്. അവരുടെ ബോഡി ലാംഗ്വേജ് തന്നെ നമുക്ക് വളരെ ക്ലിയർ ആയിരുന്നു ഇത് ഓൾറെഡി ആണെന്നുള്ളത്. നമുക്ക് ആ സ്റ്റാർട്ടിങ്ങിൽ PSC ഓഫീസിൽ ഇന്റർവ്യൂവിന് പോയതിന്റെ അന്ന് രാവിലെ തന്നെ. പിന്നെ അതുപോലെ തന്നെയാണ് പ്ലാനിംഗ് ബോർഡിന്റെ ചെയർമാൻ അവിടെ ഉണ്ട്. ഓൾറെഡി അവരുടെ സ്റ്റാഫാണ് അവിടെ ഇരിക്കുന്നവര്. പിന്നെ ഇന്റർവ്യൂയുടെ സമയത്ത് ചിലർക്ക് കൂടുതൽ ടൈം എടുക്കുന്നുണ്ട്, ചിലരെയൊക്കെ റാൻഡമായിട്ട് ജസ്റ്റ് ഒരു ഹാർഡ്ലി 2 മിനിറ്റ്സ്. എനിക്ക് വളരെ 5 മിനിറ്റ്സിന് താഴെ ഉണ്ടായിരുന്നുള്ളൂ. ഇന്റർവ്യൂവിലാണ് നമുക്ക് എന്തെങ്കിലും ബയസ്ഡ് ആകാനായിട്ടുള്ള അവർക്ക് സാധ്യതയുള്ളത്, അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കാൻഡിഡേറ്റിനെ കയറ്റാനായിട്ടുള്ള സാധ്യത. അതല്ലെങ്കിൽ പിന്നെ വാല്യുവേഷനിൽ എന്തെങ്കിലും ഒരു ക്രമക്കേട് നടത്തണം. അവരുടെ കാൻഡിഡേറ്റ് ഏറ്റവും ലാസ്റ്റ് വന്നാൽ പോലും അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ഇന്റർവ്യൂവിന് അത്രയും കൂടുതൽ കൊടുക്കുകയും ബാക്കിയുള്ളവർക്ക് കുറച്ച് കൊടുക്കുകയും ചെയ്തിരിക്കുന്നത്. സുപ്രീം കോടതിയുടെ ജഡ്ജ്മെന്റ് ഉണ്ടല്ലോ, നമുക്ക് ഇത്ര പെർസെന്റേജ് മാർക്കേ ഇന്റർവ്യൂവിന് കൊടുക്കാൻ പാടുള്ളൂ. അതിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് PSCയുടെ ചരിത്രത്തിൽ ഇല്ലാത്ത പോലെ തന്നെ ഇത്രയും മാർക്ക് അവര് ഇവരുടെ ഈ പെർട്ടിക്കുലർ കാൻഡിഡേറ്റ്സിന് കൊടുക്കാൻ കാര്യം അവരെ ടോപ്പിലാക്കുക എന്നുള്ള ഒരു ഉദ്ദേശം തന്നെയാണ്. കൂടുതൽ വിവരങ്ങളുമായി അനുരു അശോകൻ ചേർന്നു. അനുരു, ഗുഡ് മോർണിംഗ്. ഈ തുടക്കം മുതൽ തന്നെ ഉണ്ടായിരുന്ന ഒരു സംശയമായിരുന്നു. കാരണം ഇപ്പം ആസൂത്രണ ബോർഡ് ഇപ്പം PSCയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ പണ്ടും പല പരീക്ഷാ ക്രമക്കേടുകളും വിവരങ്ങളും ഒക്കെ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഏറ്റവും ഒടുവിലായിട്ട് നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്ന ആസൂത്രണ ബോർഡിലെ ഏറ്റവും ഉന്നത റാങ്കിലേക്കുള്ള പോസ്റ്റിൽ നടന്ന പരീക്ഷയിൽ പോലും, അതും 10,700 പേർ മാത്രം എഴുതിയ ഒരു പരീക്ഷയിൽ, ആ പരീക്ഷയിൽ പോലും ഇമാതിരി വലിയൊരു ക്രമക്കേട് അവിടെ നടന്നു എന്നുള്ള ആരോപണം, അത് തെളിവുകൾ സഹിതം പുറത്തു വരുന്ന വിഷയം, അത് സമൂഹം അത്ര ഗൗരവതരമായി സംസാരിക്കുന്നു. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ പരീക്ഷയിൽ ഈ പരിപാടിയാണെങ്കിൽ ഇതിനു മുൻപും എന്തുമാത്രം പരീക്ഷകളിൽ എന്തുമാത്രം ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടാകുമെന്നൊരു സ്വാഭാവിക സംശയം എല്ലാവരിലും ഉണ്ടായിട്ടുണ്ടാകണം. അതിനൊക്കെയുള്ള ഒരു ഉത്തരങ്ങൾ ഓരോന്നോരോന്നായി പുറത്തു വരുന്നു എന്ന് വേണ്ടേ ഇപ്പോൾ വരുന്ന വാർത്തയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അനുരു? തീർച്ചയായിട്ടും സേതു, അങ്ങനെ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. കാരണം ഇപ്പോഴാണ് പ്ലാനിംഗ് ബോർഡിലെ ഉയർന്ന തസ്തികകളിലേക്ക് PSC നടത്തിയ പരീക്ഷയിൽ ക്രമക്കേടുണ്ടെന്ന് ന്യൂസ് മലയാളം പുറത്തുവിടുന്നതും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ ചേർന്ന PSC യോഗം 3 റാങ്ക് ലിസ്റ്റുകൾ റദ്ദാക്കാൻ തീരുമാനിച്ചതും. പക്ഷേ ഇപ്പോൾ നമ്മൾക്ക് നേരത്തെ തന്നെ ഇക്കാര്യത്തിലൊരു സംശയമുണ്ടായിരുന്ന 2019 ഈ പറയുന്ന പ്ലാനിംഗ് ബോർഡിലെ ചീഫ് തസ്തികകളിലേക്കും സമാനമായിട്ടുള്ള അട്ടിമറി ഉണ്ടായതായാണ് അതിൽ എഴുത്തു പരീക്ഷയിൽ 1ാം സ്ഥാനത്തെത്തിയ സൗമ്യ ഇപ്പോൾ ന്യൂസ് മലയാളത്തോട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. സൗമ്യ അന്ന് പ്ലാനിംഗ് ബോർഡിലെ ചീഫ് സോഷ്യൽ സർവീസ് തസ്തികയിലേക്കാണ് എഴുതിയത്. അന്ന് സൗമ്യയ്ക്ക് ലഭിച്ചത് 200 മാർക്കിൽ 91.75 മാർക്കാണ് എഴുത്തു പരീക്ഷയിൽ. പക്ഷേ സൗമ്യ അഭിമുഖത്തിലെത്തുമ്പോൾ സൗമ്യയ്ക്ക് 10 പേരെ സെലക്ട് ചെയ്തതിൽ സൗമ്യയ്ക്ക് ലഭിച്ചത് 11 മാർക്കാണ്. ഏറ്റവും കുറവ് മാർക്കാണ് സൗമ്യയ്ക്ക് ലഭിച്ചത്. അങ്ങനെ ആകെ മാർക്ക് വരുമ്പോൾ സൗമ്യയ്ക്ക് താഴെയുള്ള പ്ലാനിംഗ് ബോർഡിൽ തന്നെയുള്ള കരാർ ജീവനക്കാരെ അവർക്ക് നൽകുന്നത് PSCയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഉയർന്ന മാർക്കാണ്. അതായത് 40 മാർക്കിൽ 36 മാർക്ക് നൽകി ഈ പ്ലാനിംഗ് ബോർഡിൽ തന്നെ ജീവനക്കാരെ ഒന്നാമതെത്തിക്കുന്ന സ്ഥിതിവിശേഷമുണ്ട്. ഇതാണ് സൗമ്യ നമ്മളോട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ കാണേണ്ട മറ്റൊരു ഗുരുതരമായ വിഷയം എന്തെന്നാൽ കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് സംസ്ഥാന അസോസിയേഷൻ്റെ സംസ്ഥാന നേതാവിന് PSC അഭിമുഖത്തിൽ നൽകിയത് 40ൽ 38 മാർക്ക്. PSCയുടെ ചരിത്രത്തിൽ അഭിമുഖത്തിന് ഇത്തരത്തിലൊരു വലിയ മാർക്ക് നൽകുന്ന പതിവുണ്ടായിട്ടില്ല. ഇത് സുപ്രീം കോടതിയിൽ വരെ ഉദ്യോഗാർത്ഥികൾ ചോദ്യം ചെയ്ത സംഗതിയാണ്. സുപ്രീം കോടതിയിൽ എത്തുമ്പോൾ അന്ന് PSC പറഞ്ഞത് ഇനി ഞങ്ങൾ ഇത്തരത്തിൽ അഭിമുഖത്തിന് മാർക്ക് നൽകില്ല. കാരണം 2019 നടന്ന കേസ് സുപ്രീം കോടതിയിലേക്ക് എത്തുമ്പോൾ 2022 കഴിഞ്ഞു. അന്ന് ഈ പ്ലാനിംഗ് ഡീസെൻട്രലൈസ്ഡ് തസ്തികയിൽ ജോയിൻ ചെയ്ത KGOയുടെ സംസ്ഥാന നേതാവ് ഷാജി റിട്ടയർ ചെയ്തു. ഇതോടുകൂടി PSC സുപ്രീം കോടതി ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ഇനി ഇത് ആവർത്തിക്കരുത് എന്നുള്ള ഒരു നിർദ്ദേശത്തോടു കൂടിയാണ് ഈ കേസ് അവസാനിപ്പിക്കുന്നത്. പക്ഷേ നമ്മൾ കാണേണ്ടത്, ഇപ്പോഴുള്ള സംഭവമായി കാണേണ്ടത്, അന്ന് ഈ റാങ്ക് ലിസ്റ്റുകളിൽ PSCയുടെ ഉയർന്ന തസ്തികകളിലേക്ക് PSC നടത്തുന്ന ഈ പ്ലാനിംഗ് ബോർഡിലെ ചീഫ് തസ്തികകളിൽ റാങ്ക് ലിസ്റ്റിനൊപ്പം തന്നെ ആ സെലക്ട് ചെയ്യപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ എഴുത്തു പരീക്ഷയ്ക്കുള്ള മാർക്ക് എത്ര,
ഇൻ്റർവ്യൂവിന് ഉള്ള മാർക്ക് എത്ര എന്ന് കൃത്യമായി കാണിച്ചിരുന്നു. നമ്മൾക്കത് സ്ക്രീനിൽ കാണാനും കഴിയും. പക്ഷേ ഇത് ഉദ്യോഗാർത്ഥികൾ കോടതിയിൽ ചോദ്യം ചെയ്തതോടുകൂടിയാണ് ഇപ്പോഴിറങ്ങിയ, അതായത് 2025 മെയ് 31 ഇറങ്ങിയ റാങ്ക് ലിസ്റ്റുകളിൽ ഈ എഴുത്തു പരീക്ഷയ്ക്കുള്ളതും അഭിമുഖത്തിനുള്ള മാർക്കും PSC ഒഴിവാക്കിക്കൊണ്ട് വളരെ അട്ടിമറി എന്നുള്ള രീതിയിൽ ഇപ്പോഴും നിലവിൽ KGOയുടെ സംസ്ഥാന നേതാക്കൾക്കും ഭാരവാഹികൾക്കും അടക്കം ഈ പ്ലാനിംഗ് ബോർഡിലേക്ക് നിയമനം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള റാങ്ക് പട്ടിക പുറത്തിറക്കിയത് ചെയ്തു. ഓക്കെ അനിരു, ശരി. ഇപ്പം ഓരോരോ ക്രമക്കേടുകളായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് PSCയുമായി ബന്ധപ്പെട്ടുകൊണ്ട്.